വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ഇൻഡോ ചൈനീസ് വിഭവമായ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസുകളാണ് വേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവാള, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയനാണ്, അത് അത്യാവശ്യമാണ്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്, അത് വേണം. ഒരു 2-3 തണ്ട് സ്പ്രിംഗ് ഒണിയൻ കൂടി വേണം കേട്ടോ. അപ്പോൾ പിന്നെ കൂടാണ്ട് നമുക്കൊരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2.5 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട. അത്രയാണ് ഫില്ലിങ്സിന് വേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായും പോകരുത്, എന്നാൽ കുറച്ച് കട്ടിയായിട്ട് ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് അനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എല്ലില്ലാത്തത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വിരലിൻ്റെ നീളത്തിലും കനത്തിലുമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കാം. മൈദയുടെയും അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം. ആ കൂട്ടിലേക്കാണ് നമ്മൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ വെജിറ്റബിൾ കട്ട് ചെയ്ത് എടുക്കുന്ന ആ സമയം വരെ അതൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ ആ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ സവാളയൊക്കെ കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്യണം, നീളത്തിലായിരിക്കണം എല്ലാം കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇഞ്ചി ആണെങ്കിൽ നീളത്തിലാണ് കട്ട് ചെയ്യണമെങ്കിലും കുറച്ച് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം നീളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടപ്പത്തേക്ക് വെക്കാം. അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഓയിലായിരിക്കണം എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്. അതിലേക്ക് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞ് പോകരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കോരി അരിപ്പയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ചിക്കൻ ഒരുമാതിരി ലൈറ്റ് ഗോൾഡ് കളറായപ്പോഴേക്കും അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചേക്കണതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമൊന്നും കുറക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അണ്ടിപ്പരിപ്പ് സ്പ്ലിറ്റ് ആവാത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 50 ഗ്രാം ഉണ്ട്, അതിട്ട് കൊടുത്ത് അതൊന്ന് പയ്യെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വറ്റൽ മുളക് അങ്ങനെ തന്നെയായാലും കുഴപ്പമില്ല, അതൊന്ന് കീറിയിട്ടാലും മതിയായിരുന്നു. പക്ഷേ ചതച്ച മുളകാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനത് ചതച്ച മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു ഡിഷിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പും മധുരവും കൂടി മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ അതിനേക്കായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ഹണിയും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഹണിക്ക് പകരം പഞ്ചസാര ആയാലും മതി കേട്ടോ. ഞാനപ്പോൾ അതിന് പഞ്ചസാരക്ക് പകരം ഹണിയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് സവാള ഇടുക. അപ്പോൾ ഈ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് വീണ്ടും ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷമാണ് സവാളയൊക്കെ ഇട്ട് വഴറ്റണത്. അപ്പോൾ സവാളയൊന്നും ഒരുപാട് വഴണ്ട് പോകരുത്. സവാള ഒന്നിട്ട് ഒന്ന് വഴണ്ടതിന് ശേഷം ക്യാപ്സിക്കമൊക്കെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഒന്ന് വഴണ്ടോട്ടെ, ഒരുപാട് വഴണ്ട് പോകരുത്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കും ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഫില്ലായി
കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്താൽ പിന്നെ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.